ക്ഷേത്രത്തിലെ പൂജകളെ പലതായി തിരിക്കാം. എല്ലാ ദിവസവും നടത്തുന്ന പൂജകളാണ് നിത്യപൂജ. ഒരു പ്രത്യേക ആഗ്രഹത്തിനായി നടത്തുന്നത് കാമ്യപൂജ. ഉദാഹരണമായി സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ. വിശേഷ ദിവസങ്ങളിൽ മാത്രം നടത്തുന്നത് നൈമിത്തിക പൂജ, ഉദാഹരണം നവരാത്രി പൂജ മുതലായവ. ക്ഷേത്ര സംബന്ധമായ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. വിഷ്ണുവിൻ്റെയും ദുർഗയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് എടാട്ട് നമ്പൂതിരി കുടുംബമായിരുന്നു നിത്യപൂജകൾ നടത്തിയിരുന്നത്. കാലക്രമത്തിൽ എടാട്ട് ഇല്ലം അന്യം നിന്നപ്പോൾ ഇവിടുത്തെ ഊരായ്മ അയനിക്കാട് ഇല്ലത്തിന് വന്നു ചേർന്നു. ഇത് ഭജനമൂത്ത് ഊരായ്മയായതാണ് എന്ന് പഴയ കഥകൾ പറഞ്ഞു തരുന്നു. അയനിക്കാട്ടില്ലവും അന്യം നിന്നപ്പോൾ ക്ഷേത്രഭരണം 1065 കന്നിമാസത്തിൽ സർവ്വസ്വത്തുക്കളോടും കൂടി സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു. നിഷ്ഠയായ ഭജനാദികളോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്നാണ് അനുഭവം. കീഴ്ക്കാവിൽ നടക്കുന്ന ഗുരുതി പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിഷ്ഠാസ്ഥാനത്തു നിന്ന് കിട്ടുന്ന മണ്ണ് കൂടിലാക്കി ധരിച്ചാൽ യാതൊരുവിധ ബാധാദോഷങ്ങളും ഉണ്ടാവുകയില്ലത്രേ. ശംഖ്, ചക്രം, വരദം, അഭയം എന്നീ 4 മുദ്രകളോടും കൂടിയാണ് ചോറ്റാനിക്കരയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത്. കൊച്ചി രാജകുടുംബം ചോറ്റാനിക്കരയമ്മയെ അവരുടെ കുലദൈവം എന്ന നിലയിലാണ് ആരാധിച്ചു പോരുന്നത്. ചോറ്റാനിക്കരയിലെ ജഗദംബികെ, ദുഃഖമാറ്റുന്ന കലിയുഗ വരമംഗലേ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കായി ഓണക്കുറ്റി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സപ്തമാതൃരൂപത്തിൽ ജലദുർഗാ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ചോറ്റാനിക്കര ദേവിക്ക് അഭിഷേകം നടത്തുന്ന ജലം ഭൂമിക്കടിയിലൂടെ ഈ കുളത്തിലാണത്രേ വന്നു ചേരുന്നത്. എത്ര കുടം ജലം ദേവിയുടെ ബിംബത്തിൽ അഭിഷേകം നടത്തിയാലും ഓവ് വഴി വെള്ളം പുറത്തു വരികയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിന് തെക്കുവശത്തായി തെക്കേച്ചിറ എന്ന പേരിലൊരു കുളമുണ്ട്. ഈ കുളത്തെ പ്രതി ഒരു സംഭവകഥ പറഞ്ഞു കേൾക്കുന്നു. ചോറ്റാനിക്കരയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരത്തുള്ള തലയോലപ്പറമ്പിൽ വെട്ടിക്കാട്ടിരി മനയിൽ കഥകളി ഭ്രാന്തനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഒരു ദിവസം തോട്ടറയുള്ള പുതുവാമനവക തൃപ്പക്കോടത്ത് ക്ഷേത്രത്തിൽ കഥകളി കാണാൻ ഈ ബ്രാഹ്മണൻ യാത്രയായി. വഴിമധ്യേ ഈ ബ്രാഹ്മണന്റെ പിറകെ ഒരു യക്ഷി കൂടിയെന്നും യക്ഷിയുടെ പിടിയിൽപ്പെടാതിരിക്കാൻ ഓടുമ്പോൾ ചോറ്റാനിക്കരയമ്മയെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കേട്ട ദേവി യക്ഷിയെ വധിച്ച് ബ്രാഹ്മണനെ രക്ഷിക്കുകയും ചെയ്തു. യക്ഷിയെ വധിച്ച ശേഷം കബന്ധമെറിഞ്ഞത് ഈ കുളത്തിലാണ് എന്നാണ് വിശ്വാസം. ദേവിയുടെ അംഗരക്ഷകനും കാര്യസ്ഥനും എന്ന നിലയ്ക്കാണ് ഇവിടെ ശാസ്താവിൻ്റെ സ്ഥാനം. ബാധോപദ്രവകാരികളെ പന്തീരടി സമയത്ത് ശാസ്താവ് തുള്ളിച്ച് നട തുറക്കുന്ന സമയം ദേവീ സന്നിധിയിൽ സത്യം ചെയ്യിച്ച് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കീഴ്ക്കാവിലമ്മ പിന്നീട് ആരെയും ഉപദ്രവിക്കാത്ത വിധം ബാധയെ പാലയിൽ ആണിയടിച്ച് ബന്ധിപ്പിക്കുന്നു. ചോറ്റാനിക്കരയിലെ ഉത്സവത്തിൽ ഉത്രംനാൾ ആറാട്ട് പ്രമുഖമാണ്. ഉത്സവത്തിൽ മകം തൊഴൽ ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു. ഉത്സവത്തിന് കൊടിയേറി 7-ാം നാളിലാണ് മകം തൊഴൽ. ചോറ്റാനിക്കര മകം എന്ന് ഇത് പ്രസിദ്ധമാണ്. മണ്ഡപത്തിൽ പാട്ട്, മുറജപം, 12,000 പുഷ്പാഞ്ജലി, അന്നദാനം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്.
തികച്ചും നിഗൂഢമായ ആധ്യാത്മിക സാധനയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രാങ്കണമാണ് ചോറ്റാനിക്കര ദേവീ സന്നിധി. ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ സകല പാപങ്ങളും കടന്ന് ശുദ്ധാന്തകരണരായി സായുജ്യം നേടുന്നു.